മനോഹരമായിട്ടുള്ള സിനിമയാണ്. ചരിത്ര വസ്തുതകളെ വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. സവർക്കർ ഇത്രമാത്രം ഭാരത മണ്ണിന് വേണ്ടിയിട്ട്, ഭാരതമാതാവിന് വേണ്ടിയിട്ട് ഉറച്ചു നിന്ന ബ്രിട്ടീഷ് ശക്തികളോടോ ഒരിക്കലും പോലും, എത്ര യാതന നിറഞ്ഞ സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ പോലും ഒരിക്കൽ പോലും അടിയറവ് പറയാതെ സ്വാഭിമാനത്തോടു കൂടി ഭാരതമാതാവിന് വേണ്ടി ഉറച്ചു നിന്ന ഒരു മഹത് വ്യക്തിത്വത്തെ ഇത്രമാത്രം നീചമായിട്ട് സമൂഹമധ്യേ പിച്ചി ചീന്തുന്നത് നമ്മൾ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഒരിടത്തു പോലും അങ്ങനെയുള്ളൊരു സീക്വൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നതല്ല. വീർ സവർക്കർ എങ്ങനെ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ട് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. വളരെ അഭിമാനം തോന്നുന്നു. മസ്റ്റ് വാച്ച് മൂവിയാണ് ഇത്. എന്തുകൊണ്ട് ഇന്ത്യ ഇന്നും നമ്മളൊരു മൂന്നാം ലോകരാഷ്ട്രമായി ഇപ്പോഴും ഈ അവസ്ഥയിൽ കഴിയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ഒരു ആൻസർ നമുക്ക് ഈ ഫിലിമിൽ നിന്ന് കാണുന്നതിൽ നിന്നും തീർച്ചയായിട്ടും മനസ്സിലാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വീർ സവർക്കറിൻ്റെ ഈ സിനിമ അവതാര പുരുഷൻ തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ധർമ്മത്തെ സംരക്ഷിക്കുവാൻ കാലാകാലങ്ങളിൽ ഓരോ അവതാരങ്ങൾ എടുക്കാറുണ്ട്. അതിലൊരു അവതാരം തന്നെയാണ് അദ്ദേഹം. ഹിന്ദുസ്ഥാൻ എന്നുദ്ദേശിക്കുന്നത് എല്ലാവർക്കും തെറ്റിദ്ധാരണയുള്ള പദങ്ങളാണ്. എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശമാണ് നമ്മുടെ മഹാരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് എല്ലാവർക്കും നിക്ഷിപ്ത താല്പര്യങ്ങളും അധികാരമോഹങ്ങളുമായിരുന്നു. പക്ഷേ വീർ സവർക്കറെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ളൊരു പടമാണ്. നമ്മൾ പല കാര്യങ്ങളും തമസ്കരിച്ചിരിക്കുന്ന ഒരു സ്വഭാവക്കാരാണല്ലോ. അതിനെതിരായിട്ട് എതിരല്ല, ഈ സത്യങ്ങൾ പുറത്തു വന്ന് അത് ലോകം അറിയണം എന്നുള്ള ചിന്താഗതിയിൽപ്പെട്ടവനാണ് ഞാൻ. ഇത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ പടങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ മൂന്ന് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് മൂന്നും നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ എന്തൊക്കെ പേര് പറഞ്ഞാലും ഒത്തൊരുമിച്ച് നിൽക്കുക എന്നുള്ള ഒരു ചിന്താഗതിയിൽ ജീവിക്കേണ്ട ഒരു സമൂഹമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന അതാണ്.